നിയമാവർത്തനം 1-ാം അധ്യായം 1 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. നിയമം വിശദീകരിക്കുന്നു. മോശെ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ വാക്കുകളാണിവ. ജോർദാന്റെ അക്കരെ മരുഭൂമിയിൽ യൂസൂഫിന് എതിർവശത്ത് പാറാൻ, തോഫാൽ, ലബാൻ, ഹസേറോത്ത്, ദിസാഹാബ് എന്നിവയ്ക്ക് മധ്യേ അരാബായിൽ വച്ചാണ് മോശെ സംസാരിച്ചത്. ഹൊറോബിൽ നിന്ന് സെയീർ മല വഴി കാക്ഷബർണെ വരെ 11 ദിവസത്തെ യാത്രാ ദൂരമുണ്ട്. ഇസ്രായേൽ ജനത്തിനു വേണ്ടി കർത്താവ് മോശയ്ക്ക് നൽകിയ കൽപ്പനകളെല്ലാം 40-ാം വർഷം 11-ാം മാസം 1-ാം ദിവസം അവൻ അവരോട് വീണ്ടും പറഞ്ഞു. ഹെഷ്ബോണിൽ വസിച്ചിരുന്ന അമര്യരുടെ രാജാവായ സിഹോനെയും എദയിൽ വച്ച് അഷ്താരോത്തിന്റെ വസിച്ചിരുന്ന ബാഷാനിലെ രാജാവായ ഓഗറിനെയും തോൽപ്പിച്ചതിന് ശേഷമാണിത്. ജോർദാന്റെ അക്കരെ മെവോബ് ദേശത്ത് വെച്ച് മോശ നിയമം വിശദീകരിക്കാൻ തുടങ്ങി. നമ്മുടെ ദൈവമായ കർത്താവ് ഹോറോബിൽ വെച്ച് നമ്മളോട് അരുൾ ചെയ്തത്, നിങ്ങൾ ഈ മലയിൽ വേണ്ട എത്ര കാലം താമസിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ വിട്ട് അമര്യരുടെ മലമ്പ്രദേശത്തേക്കും അവരുടെ അയൽക്കാർ പാർക്കുന്ന മരുഭൂമി, മലമ്പ്രദേശം, സമതലം, നെഗബ്, കടൽ തീരം എന്നിവിടങ്ങളിലേക്ക് പോകുവിൻ. കാനാന്യരുടെ ദേശത്ത് ലെബനോണിലേക്കും മഹാനദിയായ യൂഫ്രട്ടീസ് വരെ നിങ്ങൾ പോകുവിൻ. ഇതാ ആ ദേശം നിങ്ങൾക്ക് ഞാൻ വിട്ടുതന്നിരിക്കുന്നു. കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമത്തോട്, ഇസഹാക്കിനോട്, യാക്കോബിനും അവരുടെ സന്തതികൾക്കുമായി നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത ദേശം ചെന്ന് കൈയെടുക്കുവിൻ. ന്യായാധിപന്മാരുടെ നിയമം. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് തനിയെ താങ്ങാൻ വയ്യാത്ത ഭാരമാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ഇന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ സംഖ്യാതീതരായിരിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങളെ 1000 മടങ്ങ് വർദ്ധിപ്പിക്കുകയും അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ ഭാരങ്ങളും നിങ്ങളുടെ ഇടയിലെ കലഹങ്ങളും എനിക്ക് തനിയെ താങ്ങാനാകുമോ? നിങ്ങൾ അത് ഗോത്രത്തിൽ നിന്ന് അറിവും വിവേകവും പക്വതവും ഉള്ളവരെ തിരഞ്ഞെടുക്കുവിൻ. അവരെ നിങ്ങളുടെ അധിപന്മാരായി ഞാൻ നിയമിക്കാം. നീ നിർദ്ദേശിച്ച കാര്യങ്ങൾ വളരെ നന്ന് എന്ന് നിങ്ങൾ അപ്പോൾ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വിജ്ഞാനികളെയും പക്വത മതികളുമായ ഗോത്രത്തലവന്മാരെ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ അധിപന്മാരാക്കി. 1000-കളുടെയും 100-കളുടെയും 50-കളുടെയും 10-കളുടെയും അധികാരികളായി അവരെ എല്ലാ ഗോത്രത്തിലും നിയമിച്ചു. അക്കാലത്ത് ഞാൻ നിങ്ങളുടെ ന്യായാധിപന്മാരോട് കൽപ്പിച്ചു, നിങ്ങളുടെ സഹോദരരുടെ ഇടയിലുള്ള തർക്കത്തിൽ വിചാരണ ചെയ്യുവിൻ. സഹോദരൻ തമ്മിലോ പരദേശിയുമായോ ഉണ്ടാകുന്ന തർക്കങ്ങൾ കേട്ട് നീതിപൂർവ്വം വിധിക്കുവിൻ. ന്യായം വിധിക്കുന്നതിൽ പക്ഷപാതം കാണിക്കാതെ ചെറിയവന്റെയും വലിയവന്റെയും വാദങ്ങൾ ഒന്നുപോലെ കേൾക്കണം. ന്യായവിധി ദൈവത്തിൻ്റെതായാൽ നിങ്ങൾ മനുഷ്യനെ ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് തീരുമാനിക്കാൻ പ്രയാസമുള്ള തർക്കങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടുവരുവിൻ. ഞാൻ അവ തീരുമാനിച്ചു കൊള്ളാം. നിങ്ങളുടെ കർത്തവ്യങ്ങൾ എന്തെല്ലാമെന്ന് അന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചു. കനാനിലേക്ക് ചാരന്മാർ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് നാം ഹൊറോബിൽ നിന്ന് പുറപ്പെട്ട അമര്യരുടെ മലപ്രദേശത്തേക്കുള്ള വഴിയെ നിങ്ങൾ കണ്ട വിശാലവും ഭയാനകവുമായ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് കർത്താവ് ചെയ്തത് കെഷേബ് ബർണയിലെത്തി. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന അമര്യരുടെ മലപ്രദേശം വരെ നിങ്ങൾ എത്തിയിരിക്കുന്നു. ഇതാ നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരുടെയും ദൈവമായ കർത്താവിന്റെ ആജ്ഞ അനുസരിച്ച് ചെന്ന് അത് കൈവശമാക്കുക. ഭയമോ പരിഭ്രമമോ വേണ്ട. അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഈ രാജ്യത്തെക്കുറിച്ച് ഗൂഢമായി അന്വേഷിക്കാൻ നമുക്ക് ഏതാനും പേരെ മുൻകൂട്ടി അയക്കാം. ഏത് വഴിയാണ് നാം ചെല്ലേണ്ടതെന്നും ഏത് പട്ടണത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കേണ്ടതുമുള്ള വിവരം അവർ വന്ന് അറിയിക്കട്ടെ. ആ നിർദ്ദേശം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനാൽ ഗോത്രത്തിനൊന്ന് വെച്ച് 12 പേരെ നിങ്ങളിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്തു. അവർ മലമ്പ്രദേശത്തേക്ക് പുറപ്പെട്ടു. എഷ്കോൾ താഴ്വരയിലെത്തി ആ പ്രദേശത്തെക്കുറിച്ച് രഹസ്യമായി അന്വേഷിച്ചു. അവർ അവിടെ നിന്ന് കുറേ ഫലവർഗ്ഗങ്ങൾ കൊണ്ടുവന്ന് നമുക്ക് തരികയും നമ്മുടെ കർത്താവായ ദൈവം നമുക്ക് നൽകുന്ന ഭൂമി നല്ലതാണ് എന്ന് അറിയുകയും ചെയ്തു. എന്നാൽ നിങ്ങൾ അങ്ങോട്ട് പോകാൻ വിസമ്മതിച്ചതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പന ധിക്കരിച്ചു. നിങ്ങൾ കൂടാരങ്ങളിലിരുന്ന് ഇങ്ങനെ പിറുപിറുത്തു, കർത്താവ് നമ്മെ വെറുക്കുന്നു. അതിനാലാണ് നമ്മെ അമര്യരുടെ കൈകളിൽ ഏൽപ്പിച്ച് നശിപ്പിക്കാനായി ഈജിപ്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നിരിക്കുന്നത്. ആ ജനങ്ങൾ നമ്മളെക്കാൾ വലിയവരും ഉയരം കൂടിയവരും അത്രേ. അവരുടെ നഗരങ്ങൾ വലിയവനും ആകാശം മുട്ടുന്ന കോട്ടകളാൽ സുരക്ഷിതങ്ങളുമാണ്. അവിടെ ഞങ്ങൾ അനാക്കിമിന്റെ സന്താനങ്ങളെ പോലും കണ്ടു. ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ സഹോദരൻ നമ്മെ ധൈര്യരാക്കി ഇരിക്കുന്നു. നാം എങ്ങോട്ടാണ് ഈ പോകുന്നത്? അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പരിഭ്രമിക്കേണ്ട, അവരെ ഭയപ്പെടുകയും വേണ്ട. നിങ്ങളുടെ മുൻപേ പോകുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈജിപ്തിൽ നിന്ന് നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് പ്രവർത്തിച്ചതുപോലെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ ഇവിടെ എത്തുന്നത് വരെ കടന്നു പോകുന്ന വഴിയിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരു പിതാവ് പുത്രനെ എന്ന പോലെ വഹിച്ചിരിക്കുന്നതും മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കണ്ടതാണല്ലോ. എങ്കിലും ഇക്കാര്യത്തിൽ നിങ്ങൾ ദൈവമായ കർത്താവിനെ വിശ്വസിച്ചില്ല. നിങ്ങൾ കൂടാരം മടിക്കുന്നതിന് സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് മുൻപേ നടന്നിരുന്നു. നിങ്ങൾക്ക് വഴി കാട്ടുവാനായി അവിടുന്ന് രാത്രി അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുമ്പിൽ സഞ്ചരിച്ചു. അവിശ്വസ്തത. കർത്താവ് നിങ്ങളുടെ വാക്കുകൾ കേട്ട് കോപിച്ചു. അവിടുന്ന് ശബ്ദം ചെയ്ത് പറഞ്ഞു, ഈ ദുഷിച്ച തലമുറയിൽ ഒരുവൻ പോലും നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത നല്ല ഭൂമി കാണുകയില്ല. യെഫുന്നെയുടെ മകനായ കാലേബ് മാത്രം അത് കാണും. അവൻ പാദം പതിന സ്ഥലം അവന്റെ മക്കൾക്കുമായി ഞാൻ നൽകുകയും ചെയ്യും. എന്നാൽ അവൻ കർത്താവിനെ പൂർണ്ണമായി അനുസരിച്ചു. നിങ്ങൾ നിമിത്തം കർത്താവ് എന്നോട് കോപിച്ചു. അവിടുന്ന് പറഞ്ഞു, നീയും അവിടെ പ്രവേശിക്കുകയില്ല. സൂനിന്റെ പുത്രനും നിന്റെ സഹായകനുമായ ജോഷ അവിടെ പ്രവേശിക്കും. അവന് നീ ഉത്തേജനം നൽകുക. എന്നാൽ അവൻ വഴി ഇസ്രായേൽ ആ സ്ഥലത്തിന്മേൽ അവകാശം നേടും. എന്നാൽ ശത്രുക്കൾക്കിരയാകുമെന്ന് നിങ്ങൾ കരുതിയ നിങ്ങളുടെ ശിശുക്കളും നന്മ തിരിച്ചറിയാൻ ഇനിയും പ്രായമാകാത്ത കുട്ടികളും അവിടെ പ്രവേശിക്കും. അവർക്ക് ഞാനത് നൽകും. അവർ അത് സ്വന്തമാക്കുകയും ചെയ്യും. നിങ്ങൾ അവരുടെ ചെങ്കടലിനെ ലക്ഷ്യമാക്കി മരുഭൂമിയിലേക്ക് തിരിച്ചു പോവിൻ. ഞങ്ങൾ കർത്താവിന് എതിരായി പാപം ചെയ്തു പോയി. നമ്മുടെ ദൈവമായ കർത്താവിന്റെ ആജ്ഞകൾ അനുസരിച്ച് ഞങ്ങൾ ചെന്ന് യുദ്ധം ചെയ്തു കൊള്ളാം എന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഓരോരുത്തരും ആയുധം ധരിച്ച് മലമ്പ്രദേശത്തേക്ക് കയറി പോകുന്നത് എളുപ്പമാണെന്ന് വിചാരിക്കുകയും ചെയ്തു. അപ്പോൾ കർത്താവിനോട് അരുൾ ചെയ്തു, അവരോട് പറയുക, നിങ്ങൾ അങ്ങോട്ട് പോകരുത്, യുദ്ധം ചെയ്യുകയും അരുത്. എന്നാൽ ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കുകയില്ല. ശത്രുക്കൾ നിങ്ങളെ തോൽപ്പിക്കും. ഞാനത് നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ചെവി കൊണ്ടില്ല. കർത്താവിന്റെ കൽപ്പന ധിക്കരിച്ച അഹങ്കാരത്തോടെ മലമ്പ്രദേശത്തേക്ക് കയറി. ആ മലയിൽ താമസിക്കുന്ന അമരോര്യർ
അപ്പോൾ നിങ്ങൾക്കെതിരെ വന്ന തേനീച്ചക്കൂട്ടം പോലെ സെയിറിൽ ഹോർമ വരെ നിങ്ങളെ പിന്തുടർന്ന് നശേഷം തോൽപ്പിച്ചു. നിങ്ങൾ തിരിച്ചു വന്ന കർത്താവിന്റെ മുൻപിൽ വിലപിച്ചു. എന്നാൽ കർത്താവ് നിങ്ങളുടെ ശബ്ദം കേൾക്കുകയോ നിങ്ങളെ ചെവികൊള്ളുകയോ ചെയ്തില്ല. അതിനാലാണ് നിങ്ങൾ കാശേദിൽ അത്രയും കാലം താമസിക്കേണ്ടി വന്നത്. ദൈവജനമാണ് നാം കേട്ടത്.